താനൂർ ബോട്ട് അപകടം അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനന് മുന്നിൽ ആവശ്യങ്ങളും ആശങ്കകളും പങ്കുവച്ച് കാസർഗോഡ് ജില്ലയിലെ ബോട്ടുടമകളും മത്സ്യത്തൊഴിലാളികളും നീലേശ്വരം കോട്ടപ്പുറത്തെ ബോട്ട് ടെർമിനലിലാണ് കമ്മീഷൻ പൊതു തെളിവെടുപ്പും ഹിയറിംഗും നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഹൌസ് ബോട്ടുകൾക്കായി റൂട്ട് ചാനൽ ഉണ്ടാക്കണമെന്ന് ഹിയറിംഗിൽ ആവശ്യമുയർന്നു. മലബാർ മേഖലയിൽ ബോട്ട് ലാസ്കർ പരിശീലന കേന്ദ്രം അനുവദിക്കുക, ഹൌസ് ബോട്ടുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും സുരക്ഷയെ ബാധിക്കുന്ന പുലിമുട്ടുകളിലെ ഇളകിയ കല്ലുകൾ നീക്കം ചെയ്യുക, ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടുന്ന സംവിധാനം ജില്ലയിൽ തന്നെ ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തെളിവെടുപ്പിൽ ഉയർന്നുവന്നു. കോട്ടപ്പുറം ബോട്ട് ടെർമിനലിൽ വേലിയേറ്റ സമയത്ത് ബോട്ടുകൾക്കടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും ടെർമിനലിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങളും തെരുവ് വിളക്കുകളും മെച്ചപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശവും വന്നു. നമ്മുടെ ഈ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ 2% വരുന്ന മത്സ്യത്തൊഴിലാളികൾ മിക്കവരും ഈ പുഴയുടെ കുറുകെ വലയിടുകയും അതോടൊപ്പം അത് അവർക്കും അതോടൊപ്പം തന്നെ ബോട്ടിനും അതിന്റെ നമുക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ മുൻപേ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള ഒരു ബോട്ട് യാത്രാ സഞ്ചാരത്തിന് വേണ്ടുന്ന ഒരു ചാല് പ്രത്യേകം ഉണ്ടാക്കണം എന്ന് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട കമ്മീഷനോട് അഭ്യർത്ഥിക്കുകയാണ്. മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾ, പരിക്കേറ്റവരിൽ തന്നെ ചിലരിപ്പോഴും പൂർണ്ണമായി മുക്തമായിട്ടില്ല അവരുടെ ബന്ധുക്കൾ. താനൂർ ബോട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജലഗതാഗത മേഖലയിൽ ഭാവിയിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കമ്മീഷൻ ജസ്റ്റിസ് വി കെ മോഹനൻ നീലേശ്വരത്തെ കോട്ടപ്പുറം ബോട്ട് ടെർമിനലിൽ തിങ്കളാഴ്ച രാവിലെ പൊതു തെളിവെടുപ്പും ഹിയറിംഗും നടത്തിയത്. വിവിധ ജില്ലകളിൽ നടത്തുന്ന സിറ്റിംഗ് ഒക്ടോബർ 10 ആരംഭിച്ചത്. 23 സമാപിക്കും. കേരളത്തിന്റെ വരുമാനം, റവന്യൂ വരുമാനം, അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ പദ്ധതികളും പരിപാടികളും എല്ലാം നടക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് കൂടുതൽ വരുമാനം ഉണ്ടാകേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതില് തനതായ വരുമാനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ വാട്ടർ ടൂറിസം. അപ്പോൾ ആ വാട്ടർ ടൂറിസം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ തനതായിട്ടുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അതിലേർപ്പെട്ടിരിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിന് മത്സ്യത്തൊഴിലാളികളുണ്ട്, ബോട്ട് ജീവനക്കാരുണ്ട്, ബോട്ട് ഉടമകളുണ്ട്, അതേപോലെ തന്നെ ഈ ട്രാവൽ ഓർഗനൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് ആ മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. കുസാറ്റ് ഷിപ്പ് ടെക്നോളജി വിഭാഗം പ്രൊഫസറായിരുന്ന ഡോക്ടർ കെ.പി. നാരായണൻ, കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേഷ് കുമാർ, കമ്മീഷൻ കോർട്ട് ഓഫീസർ ജി ചന്ദ്രശേഖരൻ, സ്റ്റാൻഡിംഗ് കൌൺസിലർ ടി.പി. രമേശ്, നോഡൽ ഓഫീസർ അൻസാരി, DTPC സെക്രട്ടറി KJ ജിജേഷ് തുടങ്ങിയവർ ഹിയറിംഗിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.